റോഹനാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഇന്റർവ്യൂവിന് കിട്ടിയിട്ടുള്ളത്. ക്ലാസ്സിൽ ഇങ്ങനെ ഓവർ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഇത്രയും മാർക്ക് ഞാൻ എന്റെ കമ്പനിക്കാരനെ വിട്ടു നോക്കി. ഓൻ ഏകദേശം ഒരു മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഒരു മാർക്ക് വരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എത്ര മാർക്കാ പറഞ്ഞത് കാൽക്കുലേറ്റ്? ഓൻ പറഞ്ഞേ ശരിയാണ്. ആണ് ഫ്രണ്ട്ഷിപ്പ് കണ്ട സ്വന്തം ഫ്രണ്ടിന് മനസ്സ് വായിച്ചെടുത്ത്. ഇംഗ്ലീഷ് പോവാണ് പോട്ടെ വിചാരിച്ചാൽ ഇംഗ്ലീഷ് പോട്ടെ ബാക്കി അടുത്തേൽ പിടിക്കാൻ വിചാരിച്ചു. അടുത്തേൽ പിടിച്ച് പരിചയമുണ്ട്. ആദ്യം സാറിനൊക്കെ പരിചയമുണ്ട്. പണ്ട് ഞങ്ങൾ അയൽവാസികളൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ പരിചയമുണ്ട്. സാറിനെ പരിചയമുണ്ട്. ഏതായിരുന്നു ഫേവറേറ്റ് സബ്ജക്ട്? ഹലോ എക്സാമിനർ ഫാമിലി. സോ നമ്മുടെ +1 +2 ഓഫ്ലൈൻ ബാച്ചിൽ പഠിച്ച് 98.5% മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം റോഹനാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഇന്റർവ്യൂവിന് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, റോഹനോട് തന്നെ എങ്ങനെയാണ് ഇത്രയും മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. സോ ഈ ഒരു മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. ഇപ്പൊ +1 ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഓഫ്ലൈനിൽ. അപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ ഓവർ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും +1 റിസൾട്ട് നമ്മളൊക്കെ ഞെട്ടിച്ച്. അപ്പൊ എങ്ങനെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ ഇങ്ങോട്ട് എല്ലാ ദിവസവും വരികയും ഒരു ദിവസം അങ്ങനെ മിസ്സാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ക്ലാസ്സിൽ കളിക്കെങ്കിലും കേൾക്കൊക്കെ ചെയ്യുന്നൊക്കെ ക്ലാസ് പഠിപ്പിക്കണൊക്കെ കേൾക്കും, നോട്ട് ഉണ്ടാക്കും, അത് റിവൈസ് ചെയ്യും. അപ്പൊ ഈ ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഈ റിസൾട്ട് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും മാർക്ക് ഉഷാറായി, ഹാപ്പി ആയി. ആ റിസൾട്ട് ചെക്ക് ചെയ്ത ആ ഒരു മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ എന്റെ കമ്പനിക്കാരനെ വിട്ടു നോക്കി. അച്ഛനെ ഫാമിലിയുടെ കൂടെ അല്ല, ഫ്രണ്ട്സിന്റെ കൂടെ. കമ്പനിക്കാരനെ വിട്ടു നോക്കി. അപ്പൊ ഓൻ ഏകദേശം ഒരു മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഒരു മാർക്ക് വരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എത്ര മാർക്കാ പറഞ്ഞത് കാൽക്കുലേറ്റ്? ഓൻ പറഞ്ഞേ ശരിയായി 1182 എന്നാണ് ഓൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അത്ര ഒന്നും വരില്ല, ഭയങ്കര ടഫായി പരീക്ഷ, അതിലൊക്കെ നല്ല കുറയുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് നോക്കുമ്പോ അതന്നെ ഉഷാറല്ലേ. ഓ ഏകദേശം ഒരു കണക്കാക്കി എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് കണ്ട സ്വന്തം ഫ്രണ്ടിന് മനസ്സ് വായിച്ചെടുത്ത്. യെസ്. അപ്പൊ +2 എക്സാം ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പൊതുവെ നമുക്ക് ഇത്തവണത്തെ ഒരു വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു എക്സാം കഴിഞ്ഞ സമയത്ത് ഇംഗ്ലീഷ് ആയിരുന്നു ആദ്യം ഇംഗ്ലീഷ് ആയിരുന്നു തോന്നുന്നു. അതായത് ഭയങ്കര ടഫായിരുന്നു. റിപ്പോർട്ടർ സ്പീച്ചോ എന്തോ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആദ്യത്തെ എക്സാം കഴിഞ്ഞപ്പോ മോന്റെ ഫീൽ എന്തായിരുന്നു? പെട്ട് ആ സാധനം തോന്നി. ഇംഗ്ലീഷ് പോവാണ് പോട്ടെ വിചാരിച്ചു. ഇംഗ്ലീഷ് പോട്ടെ ബാക്കി അടുത്തേൽ പിടിക്കാൻ വിചാരിച്ചു. അടുത്തേൽ പിടിച്ച്. +2 ഏത് ആയിരുന്നു ഏറ്റവും കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നത് എക്സാം? കെമിസ്ട്രിയിൽ എത്ര മാർക്ക് ഉണ്ട്? കെമിസ്ട്രിയിൽ എത്ര മാർക്കാ പോയത്? 5 മാർക്കാ പോയത്. 5 മാർക്കാണ് പോയത് അല്ലെ? ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്ക് 5 മാർക്കേ പോയിട്ടുള്ളൂ. എന്തായാലും ഇപ്പൊ ഇനി ബാക്കിയുള്ളവർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സും കാര്യങ്ങളും? എങ്ങനെയാണ് എക്സാമിനറിലോട്ട് എത്തിയത്? എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് നേരെ ചേർന്നു. എന്തുകൊണ്ട് എക്സാമിനർ? പരിചയമുണ്ട്. ആദ്യം സാറിനൊക്കെ പരിചയമുണ്ട്. പണ്ട് ഞങ്ങൾ അയൽവാസികളൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ പരിചയമുണ്ട്. സാറിനെ പരിചയമുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞോട് ചേരാൻ തോമസ് സാറും പറഞ്ഞു, അങ്ങനെ ചേർന്നാണ്. ഓക്കെ. ഇനി ഇപ്പൊ മോന് SLC കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കുറെ മക്കൾ ഇത് കാണുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഇപ്പൊ ബയോസയൻസ് എടുക്കാന്ന് പറയുമ്പോ ഭയങ്കര പേടിയാണ്. അപ്പൊ മോനിപ്പോ എന്തായാലും 3 മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പൊ ആ കുട്ടികളോട് എന്താ പറയാനുള്ളത്? ബയോസയൻസ് എടുക്കുന്നത് നല്ലതാണോ? പഠിക്കാൻ ഈസി ആണോ? അങ്ങനെയൊക്കെ പറഞ്ഞാല് ബയോസയൻസ് പറഞ്ഞാല് അത്യാവശ്യമൊക്കെ ഒരു ടഫാന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ പഠിച്ചാട്ടെടുക്കാം, വിഷയമൊന്നുമില്ല. ഏതായിരുന്നു ഫേവറേറ്റ് സബ്ജക്ട്? ബയോളജി സബ്ജക്ട്. യെസ്. എങ്ങനെയാണ് ബയോളജി? കാരണം ഇപ്പൊ SLC നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണല്ലോ പഠിക്കാനുള്ളത്. +1 എത്തിയപ്പോ നമുക്ക് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടി, കുറെ ടോപ്പിക്സ് പഠിക്കാൻ, ടേംസ് പഠിക്കാൻ, ഡെഫിനിഷൻ, ഇതൊക്കെ എങ്ങനെയാ പഠിച്ചെടുത്തത്? എക്സാമിനർ കുറെ കോഡ് തരൂ, കുറെ ചിരി കളിയിലൂടെ അങ്ങനെ പഠിച്ചെടുക്കൂ. അടിപൊളിയായിട്ട് പഠിച്ചു. ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ? ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുക, എന്നിട്ട് വെറ്റിനറി കയറാൻ വിചാരിക്കും. ഓക്കെ. അപ്പൊ ഓൾറെഡി ഇപ്പൊ കഴിഞ്ഞ നീറ്റ് എക്സാം എഴുതി നോക്കി. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, കുറച്ച് ടഫൊക്കെ ഉണ്ടായിന്. എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഇത്രയും മാർക്കിലോട്ട് എത്താൻ വേണ്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര മാർക്കിൽ എത്താൻ പറ്റുള്ളൂ. മോൻ എങ്ങനെ ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ പ്ലാനിങ് ഒന്നും ചെയ്തില്ല. നമ്മ ഒരു മൂഡുള്ളപ്പോ പഠിക്കും, ഇല്ലാത്തപ്പോ അവിടെ കുത്തിരിക്കും, അത്ര തന്നെ ഉള്ളു. ഈ ഒരു +1 +2 ഈ ഒരു സബ്ജക്ട് ഇല്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിരിക്കും അത്?
അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ കെമിസ്ട്രി പറയും. കെമിസ്ട്രിയാ? ആ. ഇംഗ്ലീഷ് പറയില്ല, സാധാരണ എല്ലാവർക്കും ഇംഗ്ലീഷാണ് പാട്. ഇംഗ്ലീഷ് നമുക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എഴുതിച്ചാലോ. പക്ഷെ കെമിസ്ട്രി അങ്ങനെയല്ലോ, അത് ഓർഗാനിക് പഠിക്കണോ, മറ്റേത് പഠിക്കണോ, ഇറ്റേത് പഠിക്കണോ. എന്നാലും ഇത്രയും മാർക്കൊക്കെ മേടിച്ചിട്ടോ? ഞാൻ മേടിച്ചിട്ടുണ്ട്, ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പാരന്റ്സിന്റെ റിയാക്ഷൻ ഒക്കെ എന്തായിരുന്നു? അവർക്ക് അറിയായിരുന്നോ റാഹനെ നോക്കണ്ട, അവൻ എന്തായാലും സെറ്റ് ആക്കും? അങ്ങനൊന്നും ഇല്ല. ഇനി +1 എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നോണ്ട് ചെറിയ പ്രതീക്ഷ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ആദ്യം റിസൾട്ട് അച്ഛൻ അയച്ചു കൊടുത്ത്, അച്ഛന് ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മേനോട് പറഞ്ഞില്ലേ, അമ്മേനോട് ഒരു രാത്രിയൊക്കെ ആവുമ്പോളാ പറഞ്ഞത്. അമ്മയ്ക്ക് നല്ല സന്തോഷമായി. അടിപൊളി. അപ്പൊ ഒരു സ്കൂൾ ലൈഫ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് അങ്ങോട്ട് നമ്മള് ബാക്കിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു ബെസ്റ്റ് മെമ്മറി ആയിട്ടുള്ളത് എന്താ? സ്കൂൾ ലൈഫ് കഴിഞ്ഞല്ലോ, ഇനി ബാക്കിയൊക്കെ വേറെ ലൈഫാണ്. ഇനിയാണ് ലൈഫിലോട്ട് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ഒരു സ്കൂൾ ലൈഫിൽ ഇപ്പൊ എന്റെ ഒരു ബെസ്റ്റ് മെമ്മറി ഇതായിരുന്നു, എന്റെ +1 +2 എല്ലാം ബെസ്റ്റ് ആണ്. എന്തായിരിക്കും കൂടുതലായിട്ട് മിസ് ചെയ്യാ? കമ്പനി, ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഇത് ഞാൻ പറയിപ്പിച്ചതാണ്. ഓക്കെ, യെസ്. ഇനി ഈ +1 ആണോ +2 ആണോ ഏറ്റവും കൂടുതൽ ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരിക്കും പറയാ? ഇപ്പൊ പരീക്ഷ +2 കഴിഞ്ഞ് ഇപ്പൊ പരീക്ഷയിൽ ഏകദേശം ഒരു ടഫായിട്ട് വന്ന് +2 തന്നെയാണ്. ഇപ്പൊ +2ന്റെ കൂടെ നമുക്ക് ലാബിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ എല്ലാം കൂടി ഒന്ന് ബുദ്ധിമുട്ടായിട്ട് മാറില്ല കുട്ടികൾക്ക്. അപ്പൊ മോൻ എങ്ങനെയാ അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലാബിന്റെ സമയത്ത് ഞാൻ ലാബ് മാത്രമേ നോക്കിയുള്ളൂ, മറ്റേ തിയറി അങ്ങനെ ഇങ്ങനെ ഒന്നും നോക്കിയില്ല. ലാബ് മാത്രം നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഇതിലോട്ട് പോയിട്ടു. അങ്ങനെ ഇതിനും ലാബിന് മുമ്പേ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടേനി. ഞാൻ ആ ഒരു ഐഡിയയിൽ പിടിച്ചു. അതായത് ആദ്യം ലാബിന്റെ സമയമാകുമ്പോ ലാബ് മാത്രം ചെയ്യുന്നു. ഇതിനോട് നീറ്റിനും നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നീറ്റും ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ലാസ്റ്റത്തെ ദിവസങ്ങളിലാണ്. ലാസ്റ്റ് മാത്രം, അതായത് ആ ഒരു എക്സാം ടൈമിൽ മെയിന്റെ മാർച്ച് എക്സാം അല്ല ഏപ്രിൽ ടൈമിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാ? ബയോളജി പിന്നെ നമുക്ക് ടെക്സ്റ്റ് തന്നെയാണല്ലോ, പിന്നെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ഒരു പണിയായി. പിന്നെ വേറെ കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, ഇപ്പോൾ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണോ വേണ്ടിയെന്നുള്ളത്. ഞാൻ കെമിസ്ട്രിയും പിന്നെ ബയോളജി ഒക്കെ NCERT എന്തായാലും വായിച്ചിട്ടുണ്ട്. ഫിസിക്സ് ഞാൻ വായിച്ചില്ല, ഇഷ്ടമായില്ല. ഫിസിക്സ് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഇഷ്ടമായി. എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഫിസിക്സിൽ? എനിക്ക് +2 പോയത് 1 മാർക്ക്, +1 2 മാർക്ക്. നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ എങ്ങനെ ഡെറിവേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പേജ് എടുക്കും, അതിൽ ഇങ്ങനെ അടിയിരിക്കും ഒക്കെ. ആദ്യം പഠിക്കും, പിന്നെ അത് പറ്റുന്നത്ര ഷോർട്ടാക്കാൻ നോക്കും. പിന്നെ ഇപ്പൊ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് റോഹനെ നോക്കുമ്പോ ഒരു കോൺഫിഡൻസ് ആണ്. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാലും മനസ്സിലായി ആ ഒരു സാധനം ആകുമ്പോ നമുക്കൊരു കോൺഫിഡൻസാ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടണ്ടേ? ഓക്കെ, നമ്മുടെ എക്സാമിനറിന്റെ ബുക്സും കാര്യങ്ങളൊക്കെ മോൻ റെഫർ ചെയ്യായിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ മോനെ ഇത്രയും മാർക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കുറെ PYQസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അത് കുറെ ചെയ്യേനി. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് ഇതന്നെ ഏകദേശം ഇങ്ങനെയൊക്കെ വരിക, അങ്ങനൊക്കെ ഐഡിയ കിട്ടിയ എക്സാമിനർ ബുക്കിന്ന്. ഓക്കെ, ഇപ്പൊ കുറെ കുട്ടികൾക്ക് ഒരു ഡൗട്ടാണ്, ഈ PYQ ഇപ്പൊ കഴിഞ്ഞ മോഡൽ എക്സാം കംപ്ലീറ്റ് PYQ ആക്കിയിട്ട് പബ്ലിക് എക്സാം പാറ്റേണേ മാറി. അപ്പൊ PYQ പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഇനിയുള്ള എക്സാമിന് PYQ പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? PYQ മുഴുവനായിട്ട് ഞാൻ പറയില്ല, പഠിക്കുകയാണെങ്കിൽ കൂടുതലും NCERT ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഇനി അങ്ങോട്ട് ഭയങ്കര ടഫായിട്ടാണ് വരുന്നത്, ടഫായിട്ട് വരുള്ളൂ. അപ്പോൾ PYQ ചെയ്യാം, പിന്നെ NCERT അതിന്റെ കൂടെ തന്നെ പോവുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബുക്സിലൂടെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുമായിരുന്നു? ഫുള്ള്. അതായത് അപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കും? ഞാൻ കട്ടിങ് ചെയ്തത് പോലെ ചെറുതാക്കിയിട്ട് എഴുതുക, കോപ്പി ചെയ്തല്ലേ? അപ്പോ യൂസ് ചെയ്യാൻ ആർക്കും കൊടുക്കാറൊന്നുമില്ലല്ലോ, സ്വന്തമായിട്ട് പഠിക്കാൻ. അപ്പൊ പഠിച്ച് ഒരു കുറെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് എഴുതുക. കാണാതെ എഴുതും? പിന്നെ അത് ഒട്ടിച്ചേക്കും, നമുക്ക് കാണുമ്പോ ഒരു ധൈര്യം. അല്ല, ഇപ്പൊ ഈ എക്സാമിന്റെ ടൈമിൽ കുറെ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത്. വിചാരിച്ചത്ര ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റാതെ വരിക. അപ്പൊ മോൻ എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്ത്? ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ഇരുന്ന് എഴുതും?
ഒക്കെ ചെയ്തു. എല്ലാം എഴുതും, എന്നിട്ടും ടൈം കിട്ടി. എങ്ങനെയാ അപ്പൊ എല്ലാം എഴുതുന്നത്? ഞാൻ കുറെ പ്രാവശ്യം ചെയ്ത ചോദ്യങ്ങളൊക്കെ തന്നെ അവര് എനിക്കൊരു വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസത്തിന് പുറത്തൊക്കെ കണ്ട് ചെയ്തു. എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. ഫുൾ കോൺഫിഡൻസ്. അതായത് വളരെ ഇപ്പൊ എന്ത് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ റോഹനോട് പോയി ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ മാറിയിട്ട് ഇടയ്ക്ക് റോഷാന്ന് വിളിക്കാം. അപ്പൊ റോഹനോട് ചോദിച്ചു കഴിഞ്ഞാൽ റോഹൻ പറയും കുഴപ്പമില്ലായിരുന്നു. ഞാൻ +2 റിസൾട്ടിന്റെ സമയത്ത്, ആ ഒരു സമയത്ത് കണ്ട സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. സാധാരണ എല്ലാവരും +2 എക്സാം എന്ന് വെച്ചപ്പോൾ ഭയങ്കര ടഫ് എന്ന് പറഞ്ഞു. പക്ഷെ റോഹൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, മാർക്ക് നന്നായിട്ട് കിട്ടും തോന്നുന്നുണ്ട്. വളരെ കോൺഫിഡൻസ് ആണ്. അപ്പൊ ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ് അല്ലെ. ഇപ്പൊ ഈ ബയോസയൻസിൽ കുറെ പേർക്ക് ഇപ്പൊ ഈ മാത്സ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ മാത്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഈ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇതൊക്കെയാണല്ലോ ഭയങ്കര ഒരു ടഫ് ആയിട്ടുള്ള ഏരിയ. അതൊക്കെ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നേ? അങ്ങനെ പറയുകയാണെങ്കിലും ഞാൻ മാത്സ് ഞാൻ കൂടുതൽ നോക്കിയത് ഞങ്ങളെ ക്ലാസ്സിലെടുത്ത സാറാണ്, നൗഷാദ് സാർ എന്ന് പറഞ്ഞ സാർ. മൂപ്പര് നല്ല രീതിയിൽ എടുത്തു തരും. അപ്പൊ അത് കുറെ മൂപ്പര് പറഞ്ഞ തന്നെ വരുള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ടേ. വിശ്വാസത്തിന്റെ പുറത്ത് പോയി, എല്ലാ വിശ്വാസത്തിന്റെ പുറത്ത് അതാക്കാണ്ട് ചെയ്യും. പിന്നെ ഇവിടുന്ന് തരുന്നതും ചെയ്യും. അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ക്ലാസ് ആയല്ലോ, പിന്നെ പേടിക്കാല്ലോ. അതൊക്കെ ഓക്കെ. എപ്പോഴും ചില്ലാണ് ആള്. എല്ലാം അല്ലെ, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളാ. ഇനി ഇപ്പൊ +1 +2 കുട്ടികളോട് ഇപ്പൊ മോൻ ചെയ്തതിൽ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ ഈ +1 ഇങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ +2 ഈ കാര്യം ഞാൻ മിസ് ഔട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മോന് തോന്നിയിട്ടുണ്ടായിരുന്നു എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ഒന്നും കൂടെ ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ആ ഒരു കെമിസ്ട്രീന്റെ ഒരു 5 മാർക്ക് പോയി ഇപ്പോഴും വിഷമമുണ്ട്. അത് എന്താ വെച്ചാല് NCERT ബേസ്ഡ് തന്നെയാണ് ഏകദേശം കുറെ വന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്തില്ലേ, ഒന്നും കൂടി ഒന്ന് വായിച്ചതിനെല്ലാം കിട്ടിയനി അങ്ങനത്തെ 2-3 ചോദ്യം വന്നിട്ടുണ്ട്. ആ സമയത്ത് വന്നില്ല, അങ്ങനെ 5 മാർക്ക് പോയി. എനിക്ക് പറയാനുള്ള വെച്ചാൽ NCERT തറവായിട്ട് വായിക്കുക, കെമിസ്ട്രി എന്തായാലും വായിച്ചോളി, ഫിസിക്സ് പിന്നെ കോട്ട വെക്കാം. ഫിസിക്സ് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഫിസിക്സ് ക്ലാസ്സിലൂടെ നമുക്ക് പോവാം. അതൊക്കെ തന്നെ. ഇപ്പൊ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇത്രയും നല്ലൊരു മാർക്കിലോട്ട് എത്താൻ വേണ്ടി പറ്റുമോ? എന്താ ചെയ്യേണ്ടത് അതിനിപ്പോ? കുറെ കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, SLCക്ക് അത്ര വലിയ മാർക്കൊന്നും ഇല്ല, പക്ഷെ ഞാൻ ബയോസയൻസ് എടുത്തിട്ടുള്ളത്, അപ്പൊ എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? പിന്നെ മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വന്നിട്ടുള്ള കുട്ടികളായി, അതായത് ഫുള്ള് മലയാളം കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ്. മോൻ എന്തായിരുന്നു? ഇംഗ്ലീഷ്. അപ്പൊ ചിലപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കല്ലേ ഇങ്ങനെ SLC, അപ്പൊ അവരൊക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നേ? അവര് പറയാറുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ട്? നല്ല ബുദ്ധിമുട്ടാട്ടോ മലയാളം മീഡിയം ഇങ്ങോട്ട് പറഞ്ഞാല്, അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു പ്രശ്നം ഉണ്ടാവും, പിന്നെ അത് നമ്മൾ പഠിച്ചെടുക്കുക വേണം. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകാറ്റുള്ളൂ. അപ്പം പഠിച്ചെടുക്കുക, ശരിയാക്കുക. ഓക്കെ. അപ്പൊ ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് പഠിക്കുക, NCERTയും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയി കഴിഞ്ഞാലും നല്ലൊരു മാർക്കില്, നമ്മുടെ റോഹനെ പോലെ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്. അപ്പൊ എന്തായാലും നമുക്കും വലിയൊരു അഭിമാനമാണ്, കാരണം നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ ഇത്രയും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി അല്ലെ, നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റി എന്നറിഞ്ഞതിലും ഒത്തിരി സന്തോഷം. അപ്പൊ എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.